സി എം വലിയുള്ളാന്റെ പേരിൽ എത്രയോ ഉദ്ധരണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് ഈ വരുന്നത്, എന്താണ് ഈ കേൾക്കുന്നത്? വൈലത്തൂർ പാപ്പ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം, അതും നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് കഴിവില്ല. അത് വൈലത്തൂർ പാപ്പ വിശദീകരിക്കണം. പകരം മുഹമ്മദ് ഹസനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിച്ച് എനിക്കൊരു എത്തുംപിടിയും കിട്ടിയില്ല. ഈ പകരം മുഹമ്മദ് ഹസനിയാണ് സി എം മടവൂരിനെ കുറിച്ച് കള്ളക്കറാമത്തുകളും മായാവി കഥകളും ഏറ്റവും കൂടുതൽ പറഞ്ഞു തുടങ്ങിയത്. ഇദ്ദേഹത്തിന് അറബി കോളേജിൽ നിന്ന് അഹ്സനി ബിരുദം കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ സി എമ്മിൻ്റെ പേരിൽ കള്ളക്കഥകളും കള്ളക്കറാമത്തും പറഞ്ഞതിന് ഡോക്ടറേറ്റ് കൊടുക്കാവുന്ന അത്രയും പ്രഭാഷണങ്ങളിലൂടെ സി എമ്മിനെയും പിന്നെ പല മുസ്ലിയാക്കന്മാരെയും ഏതൊക്കെയോ റേഞ്ചിലേക്ക് പറഞ്ഞു വിട്ട ആളാണ്. ഏതായാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വൈലത്തൂരിപ്പാപ്പാൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വൈലത്തൂരിപ്പാപ്പ എന്താ പറഞ്ഞത് എന്ന് കേട്ടിട്ട് ബാക്കിയിലേക്ക് പോകാം. വൈലത്തൂരിപ്പാപ്പ സി എം എന്ന് പറഞ്ഞ ആ കഥയല്ലേ, അത് കേട്ടോക്കാണി. നമ്മളെ വൈലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അഭേദ്യമായ ബന്ധമായിരുന്നു. മരിക്കുന്ന ആ ദിവസം ഓരോ മധു പ്രസംഗിച്ച് പുരേ പോയി. അങ്ങനെ അസുഖം വന്നപ്പോൾ പുരയത് സി എം വലിയുള്ള എന്ന് പറഞ്ഞാൽ മരിച്ചത്. ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയും. സി എം വലിയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വലിയ എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹനല്ലേ പറയുന്നത്. അങ്ങനെ മുകളിലേക്ക് പോയി. അപ്പൊ ബെല്ലടിച്ചു. ചെന്നപ്പോ അവർക്ക് എന്തോ ഒരു വിഷമുണ്ട്. അപ്പൊ അവിടുന്ന് പറയുന്നത് സി എം എന്ന് 3 പ്രാവശ്യം പറഞ്ഞത്രേ. അവിടുത്തെ ഭാര്യ സയ്യിദ അവറുകൾ പറയുന്നു, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സി എം ചെറിയ വാക്കല്ല അത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അത്യുന്നതരായ മഹാന്മാരുടെ പേര് മറിഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ എന്തോ പറഞ്ഞോളി. പക്ഷെ നിങ്ങൾ പറയണീന് കുഴപ്പമില്ല. നിങ്ങൾ ആരുടെയെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ നിങ്ങളത് ചെയ്യുകയോ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും പഴച്ചതാവുകയോ അമ്മക്കൊരു കുഴപ്പമില്ല. ഹല്ലി വല്ലി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളി. പക്ഷേ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരുടെയും തറവാട്ടുവകയല്ല, ഇന്ത്യയും തറവാട്ടുവകയല്ല. ഞാനും ഒരു മുസ്ലിമാണ്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവനാണ്. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ജീവിത വ്യവസ്ഥയായ ജീവിത പദ്ധതിയായ ജീവിത മതമായ ദീനുൽ ഇസ്ലാമിൽ ഇന്ന് നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ദീനുൽ ഇസ്ലാമിന് ക്ഷതമേൽപ്പിക്കാൻ ആര് തന്നെ വിചാരിച്ചാലും നടക്കൂല. അത് മറ്റൊരു കാര്യം. ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ ഇത് പഠിച്ച് ഇതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഒരു വിശ്വാസധാരയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ വിശ്വാസം ആശ്ലേഷിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഇതുപോലെയുള്ള ജൽപ്പനങ്ങളുമായിട്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാട്ടോ പറയണത്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത്തരം ജൽപ്പനങ്ങളുമായിട്ട് വരുമ്പോൾ അവർ പിന്നെ കണ്ടം വഴി ഓടൂലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി എന്താണ് പകരം മുഹമ്മദ് ഹസനി പറഞ്ഞു നോക്കാം. പകരം ഉസ്താദിന്റെ സ്പെഷ്യൽ സാധനങ്ങൾ പിന്നിൽ വരുന്നുണ്ട്. പഴയതൊക്കെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരും. ഉസ്താദെ പറയും. അല്ലെങ്കിൽ സി എം വിശദീകരിക്കണം എന്നല്ലാതെ സി എം വലിയുള്ള പറഞ്ഞു എന്തെല്ലാമാണ് സുബ്ഹാനല്ലാഹ് പാടുന്നതും കേൾക്കുന്നതൊക്കെ. എന്തെല്ലാമാണ് സുബ്ഹാനല്ലാഹ് പാടുന്നതും കേൾക്കുന്നതുമൊക്കെ നിങ്ങൾ പാടിയിട്ടില്ല എന്നുള്ളൂ. കാരണം ഈ ശബ്ദത്തിൽ പാടിയാൽ അവിടെയുള്ള ആൾക്കാർ നീച്ചു പോകും. അപ്പോൾ പാടിയിട്ടില്ല. ബാക്കി പറഞ്ഞത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കേരള ജനത കേട്ടതാണ്. നിങ്ങൾക്ക് സ്വപ്നജീവി എന്നടക്കം ചില ആളുകൾ ഈ ഇതിൻ്റെ ഹെഡിങ് ഞാൻ കാണിക്കാത്തതാണ്. ഇതിന് സ്വപ്നജീവി പകര അഹ്സനിക്ക് വന്ന മാറ്റം കണ്ടില്ലേ എന്നാണ് മുകളിലുള്ളത്. എന്തായാലും അത് ഞാൻ കുറച്ചും കൂടി പറയട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് കേൾക്കാൻ പ്രയാസമുള്ള വാക്കുകൾ സി എം വലിയുള്ള പറഞ്ഞതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തോട് ആ വാക്കുദ്ധരിച്ച് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ മഹത്വം കുറച്ച് കളയുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഏത് വഴിയിലേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് ഈ മുഖത്തിന് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം. നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ? അതായത് എന്തൊക്കെയാണ് സി എം വലിയുള്ള പറഞ്ഞു എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? അല്ല, സി എം വലിയുള്ള പറഞ്ഞില്ല എന്നല്ല പറയണത്. ആ പറഞ്ഞതിൻ്റെ ആശയം അത് ഉൾക്കൊള്ളാതെ, അപ്പോൾ സി എം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് അതിൻ്റെ ആശയം എന്താണ്? അതിൻ്റെ ആശയം ആശയം പറയുങ്ങൾ. എന്താശയം? മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനിയിപ്പോൾ അറബിയിൽ പറഞ്ഞ അനല്ലാന്ന് പറഞ്ഞ അനല്ലാന്ന് മൂപ്പര് പറഞ്ഞിരിക്കണു എന്നാണ് പറഞ്ഞത്. അണ്ടോണയത്തെ റഷീദാജി അല്ലേ പറഞ്ഞു എന്ന് പറയണത്? റാവി റഷീദാജി അല്ലേ? അണ്ടോണെ എവിടെയുള്ള റഷീദാജി? ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്. ഷെയ്ഖുനാൻ്റെ കുടുംബക്കാരൻ അവരുണ്ട്. അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി.
അന അല്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹു ആണ് എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. ഇനി മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫിർഔൻ അന റബ്ബുക്കുമുൽ ആല, ഈ ലോകത്തിൻ്റെ റബ്ബാണെന്നാണ് ഫിർഔൻ പറഞ്ഞത്. എന്നാൽ CM മടവൂര് അന അല്ലാന്ന് പറഞ്ഞേക്കണൂന്ന്. അത് പല ആളുകളും അത് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഞാനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് CM പറഞ്ഞിട്ടുണ്ട്. അന കുത്തുബുല്ലാലം, ആന അല്ലാ. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. CMന് അങ്ങനെയൊക്കെ പറയാം. CMന് അങ്ങനെ പറയാനുള്ള ആ ഒരു അവസ്ഥയുണ്ട്. അത് എന്താണെന്ന് അറിയുന്നവർക്കറിയാം. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ആള് ഞാൻ അല്ലയാണെന്നോ ഞാൻ അങ്കമാലിത്തെ പ്രധാനമന്ത്രിയാണെന്നോ അല്ലെങ്കിൽ മടവൂരത്തെ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് അവസ്ഥയല്ലേ? ഊഹിച്ചോളിയും പൂരിപ്പിച്ചോളിയും. അങ്ങനെ പറഞ്ഞു നടന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ പറഞ്ഞത് പിന്നീട് പറഞ്ഞ് ഇപ്പോൾ മൂപ്പര് സംഘടനയിൽ നിന്ന് പുറത്താ. ഇപ്പോൾ കുരുവട്ടൂരികൾ കുറച്ച് പാട്ടിറക്കിയിട്ടുണ്ട്. അപ്പോൾ കുരുവട്ടൂരികളാണല്ലോ ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ മുഖ്യ ശത്രു. ഇദ്ദേഹത്തിൻ്റെ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും കുരുവട്ടൂരികൾ AP വിഭാഗത്തിൻ്റെ ശത്രുപക്ഷത്താണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവർ ആദ്യം മടവൂരാര പടച്ചവനാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വല്ലാലിയും കുപ്പായം ഇട്ട് നടന്ന ഒരു മനുഷ്യൻ അയാൾ പറഞ്ഞ. പിന്നീട് അയാൾ പല പാട്ടുകളും ഉണ്ടാക്കി. അതിൽ 1-2 പാട്ടുകളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയതാണ് 313 ബദ്രീങ്ങൾക്ക് തുല്യനാണ് CM മടവൂര് എന്ന്. അങ്ങനെ ഒരു പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പോട്ടന് കൈതൊക്കെ അറിയില്ല. 313 എന്ന് പറയുന്നത് തന്നെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിൽ ഖാത്തിമുൽ അംബിയ ഉണ്ട്. ഈ ലോകത്തെ ഏറ്റവും ഉത്തമനായ മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്നതാണ് ഈ 313. അല്ലാതെ നബി വേറെ 313 എന്നല്ല. സത്യത്തിൽ 313 എന്ന കണക്കൊന്നും കൃത്യമല്ല. അതിന് വൈരുദ്ധ്യങ്ങളുണ്ട്. 320 21 ഒക്കെ ഉള്ള കണക്കുകൾ പല റിപ്പോർട്ടിലും ഉണ്ട്. അവിടെ 300 ചില്ലാനം ആളുകൾ ബദരീങ്ങളിൽ നേതാവ് അള്ളാൻ്റെ റസൂല. ആ അള്ളാൻ്റെ റസൂല് അടക്കം അള്ളാൻ്റെ റസൂലിന് പുറമുള്ളവർ മുഴുവൻ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ ആളുകളാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെ ഇഷ്ടപ്പെടൽ കാരണമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് ജീവിച്ച ആളുകളാണ് സ്വഹാബത്തെ കിറാമിലെ പ്രധാനികളായ 300 ചില്ലാനം ആളുകൾ. അവർക്ക് തുല്യനാണ് എന്ന് ഏത് കോഴിക്കോട്ടങ്ങാടിയത്തെ. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ പറയുമ്പോൾ ഈ മൊയ്ലിയാക്കന്മാർ ഇങ്ങനത്തെ ഒരാളെയാണ് പറയണമെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് അയാളെന്ന് വിശദീകരിച്ച് പറയുമ്പോഴാണ് ആളുകൾ ചീത്ത പറയുന്നത്. ശരി, ഞാൻ പറച്ചിൽ നിർത്തി, ആയിക്കോട്ടെ, പകരുസ്താദ് പറയട്ടെ. ഇനി ശ്രദ്ധിക്കാനായിട്ടില്ലേ എന്താണ് പകരുസ്താദ് പറയുന്നത്? നേരത്തെ ഒന്നും എനിക്കും മനസ്സിലായിട്ടില്ല. കുറേശ്ശെ ഇപ്പോൾ മനസ്സിലായി വരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വട്ടം കേട്ടോളി. ഇനി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് അയച്ചു തരാം. CM വലിയുള്ള ഞങ്ങളെ പഠിച്ചവനാണ്. പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല. ഏതർത്ഥത്തിനാണെങ്കിലും പറയാൻ പാടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് മിസ്റ്റർ പകര മുഹമ്മദ് ഹസനി താങ്കൾ UK മജീദ് മൊയ്ലിയരെ പടച്ചോനെ പോലെ തന്നെയാണ്, പടച്ചോനാന്ന് തോന്നുന്നത് പറഞ്ഞത് ഇതുവരെയും വിമർശിക്കാറുന്നത് കുരുവട്ടൂരിക്ക് പറയാൻ പാടില്ല, APകൾക്ക് പറയാന്നാണോ? AP വിഭാഗത്തെ മൊയ്ലിയാക്കന്മാർക്ക് പറയാം, കുരുവട്ടൂരികൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണോ? കുരുവട്ടൂരികൾക്കും പറയാൻ പാടില്ല, AP വിഭാഗത്തിനും പറയാൻ പാടില്ല. പറയാ നിങ്ങൾ ഒരു സംവിധാനം ആണ്ട് ഇതാക്കിയിട്ട് ഈ പേരൊക്കെ മാറ്റിക്കോളി. CMനെ നിങ്ങൾ CM ആക്കിയിട്ട് തന്നെ കൊണ്ടുപോയിക്കോളി. അള്ളാൻ്റെ ഔലിയാണെന്ന് പറയരുത്, വേറെ ഷെയ്ത്താൻ്റെ ആരുടെയെങ്കിലും ഔലിയാണെന്ന് പറയുള്ളൂ. ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല സഹോദരന്മാരെ. നിങ്ങൾ UK മജീദ് മുസ്ലിയാർ പറയുന്നത് കുറേ കേട്ടല്ലേ, ഒന്നുകൂടി കേട്ടോ കാണി. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM വലിയുള്ള പറഞ്ഞതാ. അതിന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ. എന്തേ പറഞ്ഞത്? കുരുവട്ടൂരിക്ക് പാടാൻ പറ്റൂല, മൂപ്പരിക്ക് അല്ലെന്നാണ് തോന്നുന്നത്. അത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളും പ്രായമായതല്ലേ, 2 തലയും നിറച്ചതല്ലേ, എന്തോ ആവട്ടെ. ഇനി വലിയുള്ളായി തങ്ങളെ എല്ലാത്തിനേക്കാളും വലിയതാണ്, പറയാൻ പാടില്ല, ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല. അങ്ങനത്തെ വാക്കുകളെല്ലാം ലിസാനുൽ ഖൗം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് നീക്കേണ്ടതാണ്. ആ ലോകത്തുമായി ബന്ധമുള്ള ആളുകൾക്ക് അതിൻ്റെ അർത്ഥം തിരിയുകയുള്ളൂ.
എന്ത് ലോകം, ഉടായിപ്പ്. ഇവിടെ ആദം നബി മുതൽ ഒരു മനുഷ്യനും CM-നോളം പോകുന്ന ആ ദർജയുള്ളൊരു മനുഷ്യനും ഉണ്ടായിട്ടില്ല എന്ന് ഈ കൂടുതൽ മൂലര് പറഞ്ഞിട്ടില്ലേ. ഞാൻ 2 വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക. എന്തായാലും വേറെ കുറേ വരുന്നുണ്ട്. പകരം അഹ്സനി ഉസ്താദ് പറയട്ടെ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്നൊരു മൂലയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തൊന്നായിട്ടെത്തുന്ന കാലമാണ്. വളരെ സൂക്ഷിക്കണം. സീമരുള്ള പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് പറയാനും എന്നല്ലാതെ അതും സംശയവാസ്പദമാകുന്ന കാര്യങ്ങൾ പറയരുത്. സംശയം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് സംശയം, വഹാബികൾക്ക് സംശയമോ, നിരീശ്വരവാദികൾക്ക് സംശയമോ, ട്രോളാൻ ഉദ്ദേശിക്കുന്നവർക്ക് സംശയമോ, അത് തീർക്കാൻ ഇസ്ലാമിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വിവരം കെട്ട വിവരദോഷത്തരങ്ങളെ അത് ഇസ്ലാമിൻ്റെ പേരിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അള്ളാഹുവാണ് സത്യം. അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ പറഞ്ഞ ദീനുൽ ഇസ്ലാമിനും വിരുദ്ധമായി കൊണ്ട് താങ്കളെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വിവരക്കേടുകൾ അത് തിരുത്തുക തന്നെ ചെയ്യും. അത് ട്രോളാണെങ്കിൽ ട്രോള്, യുക്തിവാദമാണെങ്കിൽ യുക്തിവാദം, വഹാബിസം ആണെങ്കിൽ വഹാബിസം, ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. നിങ്ങളുടെ കുബൂരിസം ഇവിടെ വില പോകില്ല. പകരാസനി സാധനം നമുക്ക് കേൾക്കാം. മൂപ്പര് കുറച്ചും കൂടി പറയട്ടെ. കഴിയില്ല എന്ന് പറഞ്ഞാൽ ട്രോളുന്നതിനെ തൊട്ട് നിർത്താൻ കഴിയില്ല, മറുപടി അറിയാൻ കഴിയില്ല എന്നല്ല, മറുപടി എല്ലാത്തിനും മറുപടി അറിയാൻ കഴിയും. ഇസ്ലാമിൻ്റെ ഇതിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും മറുപടി അറിയാൻ കഴിയും. എന്നാ പറഞ്ഞ പകരാശനെ, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഒരായത്തോതുക. മറുപടിയായിട്ട് ഓതി തന്നാൽ മതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസ് എന്നൊക്കെ നിങ്ങൾ പറയലുണ്ടല്ലോ. എത്ര കണക്കിന് നിങ്ങളെത്തുണ്ടെങ്കിലും വേണ്ടില്ല, ഒരു ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ ഒരു ഹദീസ് അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൗലായിരിക്കണം. പറഞ്ഞോളിയും. പിന്നെ വാറോലിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ട് തോട്ടിക്കണ്ടിടും. പരിശുദ്ധ ഖുർആനിലൊരായത്ത് അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ്, അവിടെ ആയത്ത് എന്തായാലും നിങ്ങൾക്ക് ഇല്ലയെന്ന് നമുക്കറിയാം. പിന്നെ ഹദീസ് വാറോല സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ആസാറു സ്വഹാബ അത് വാറോലയും കൊണ്ട് വന്നാലും അതിനൊക്കെ ഇത് സീറയിൽ നിന്നൊക്കെ എടുത്തും കൊണ്ട് സൈഫിൻ്റെ ഫുത്തുവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫുത്തുവും സൈഫും നിങ്ങളും കൂടി മണ്ടുകൂടുന്നത്. ഇത് കണ്ടം തിരഞ്ഞുകൂടും, കണ്ടത്തിൽ കൂടി മണ്ടാനെ. പറഞ്ഞോളി. അപ്പോൾ ആ ഒരു തെളിവ് ഒന്ന് തെളിയിച്ചുകൊണ്ടു. പച്ച നുണയും പറഞ്ഞിട്ട് സാധുക്കളെ പറ്റിക്കുണ്ടല്ലോ, അതല്ലാത്തവരെ വിളിച്ച് തേടിക്കോളി എന്നും പറഞ്ഞിട്ട് അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ആംബിയർ ഉണ്ടെങ്കിൽ ഇത് മുജാഹിദ് മൗലവിമാരോട് 3 മിനിറ്റ് ചോദ്യത്തിന് 5 മിനിറ്റ് ഉത്തരം പറഞ്ഞ പരിപാടിയല്ല. ഇത് സാധാരണക്കാരനായ മൻസൂർ മണ്ണാർക്കാടിനോട് പറയണതാണ്. സാദാ സീതാ റിയാക്ടിങ്ങിൽ അത് പൊളിച്ചടുക്കി കയ്യിലാണ്ട് കൊടുന്നു തരും. ഇൻഷാ അള്ളാഹു സത്യമായിട്ട് മനസ്സിലാക്കാനും അത് വിളിച്ചു പറയാനും ഈ ഖുറാഫിത്തരവും കുബൂരിത്തരവും അത് തോട്ടിക്കളയാനും അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അള്ളാഹു ഹിദായത്തിൻ്റെ വെള്ളിവെളിച്ചം ഹൃദയത്തിലേക്ക് നൽകട്ടെ എന്നാണ് പറയാനുള്ളത്. പകരാശനി കുറച്ചും കൂടിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാലപ്പടക്കം തിരികൊളുത്താനുണ്ട്. കഴിയുന്ന മക്കളുണ്ട് താനും. എല്ലാത്തിലും സഖാഫിമാരും അഹ്സനിമാരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് മറുപടി പറയാൻ കഴിയുന്നവർ. ബുദ്ധിയില്ലാത്തവരോടല്ലേ പറയുന്നത്. എന്ത് നിലക്ക് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്തവനാണ് ഈ ട്രോളുന്ന ആളുകൾ. അവർക്കതൊരു ജോലിയാണ്. പക്ഷെ അവരും പൊന്നാര മുഹമ്മദ് പകര അഹ്സനിയെ, ഇത് ജോലിയല്ല. ജോലി എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ജോലി ഉപജീവനത്തിന് മൊയിലേര് പണിയാണ്, ദുആ ചെയ്യലും അതുപോലെ തന്നെ ഈ കള്ളക്കറാമത്തും മായാവി കഥയും പറയലാണ്. ഏത് കള്ളക്കറാമത്തും മായാവി കഥ എന്നുള്ളത് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ട്രോളുന്ന സാധാ ട്രോളന്മാരുണ്ട്. ആ ട്രോളന്മാരങ്ങളോട് വിട്ടോളിയും. അവരൊരു വിനോദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇനി ഉപജീവനത്തിൻ്റെ പേരിലാണെങ്കിൽ അങ്ങനെ. എന്നാൽ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത വികലമായ വികണ്ഠവാദങ്ങളുമായിട്ട് വരുന്നത് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുവാൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്കും അതിന് നിങ്ങൾ ഈ പറഞ്ഞ വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ ബിരുദോ സനതോ ഒന്നും ഡോക്ടറേറ്റ് ഒന്നും വേണ്ട. അതിന് സത്യം പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം. പിന്നെ ആരുടെ മുമ്പിൽ പോയിട്ടും നിവർന്നു നിന്ന് താൻ പറയുന്നത് സത്യമാണ് എന്ന് തൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവിടെ നാവരിയുമെന്ന് പറഞ്ഞാലും കഴുത്ത് കണ്ടിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ധൈര്യം, അത് ആൺകുട്ടികളുടെ സ്വഭാവമാണ്. ഞാൻ എന്നെ പുകഴ്ത്താന്ന് തോന്നരുത്. ഏതായാലും ആ ഒരു അതിൻ്റെയൊക്കെ ചെറിയ അംശമൊക്കെ എൻ്റെ അടുത്ത് കൂടി ഉണ്ട്. പറയാനുള്ളത് പറയും, പറഞ്ഞിട്ട് എന്നെ പോകുള്ളൂ. അതിന് കൊല്ലുമെന്ന് പറഞ്ഞാലും പറയും.
പറഞ്ഞേ തീരൂ, നിങ്ങൾ പറയും. പക്ഷെ അവരുടെ മുമ്പിലേക്ക് അല്ലല്ലോ നമ്മൾ ഈ കാര്യം പറയുന്നത്. മുഅ്മിനീങ്ങളായ സുന്നികളായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറയുക, അതാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയരുത് എന്നതാണ്. ലോകത്തിനാകെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ആകും മുസ്ലിമീങ്ങൾ. അവർ അവരുടെ മതത്തിൽ നടക്കുന്നു. അപ്പോൾ അവർ നമ്മളോട് സ്വാഭാവികമായി എതിരാകുന്നതിനകത്ത് കസറുണ്ടാക്കുന്നുള്ള അർത്ഥത്തിനല്ല, ആശയപരമായി എതിരാകുന്നു. ഇത് സ്വാഭാവികമാണ്. അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. CM വലിയുള്ളാന്റെ പേരിൽ ഇപ്പോൾ അവസാനം ഈ ഭാഗത്തൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു എന്തോ ഒരു ചെറിയ പ്രശ്നം, റിലേ പ്രോബ്ലം ആണോ അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല. ഒരു കാര്യം പറയുന്നതുമായിട്ട് കണക്റ്റ് ആവാതെ പോവുകയും പറയുന്ന കാര്യങ്ങൾ വൈരുദ്ധ്യമായി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഇത് നീണ്ടൊരു വീഡിയോ ആണ്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഈ വെളുപ്പിച്ചും കൊണ്ട് പുട്ടിയടിച്ചും കൊണ്ട് വെള്ളം അടിച്ചും കൊണ്ട് വന്നിട്ടുള്ളത് CM-നെ കുറിച്ച് അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്. CM-നെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരുത്തിയിട്ട് വേണ്ടേ ഇതുപോലെ വന്നിട്ട് ഈ വയല് പറയാനേ? പരമാവധി കുറച്ച് ചെയ്യാൻ നോക്കാം. കാര്യം ഇയാൾ കുറേ പറഞ്ഞു വെച്ചിരിക്കണു, ഒന്നെടുക്കുമ്പോൾ ഒന്നും കൂടി വേണം തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. എന്തായാലും കയ്യിലുള്ളതിൽ നിന്ന് പരമാവധി സ്ട്രോങ് ആയിട്ടുള്ള ഡോസ് കൂടിയ ഐറ്റംസ് ഒരു 4-5 എണ്ണത്തിൻ്റെ പാക്കിൽ ചേർക്കുക. ഇതൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പോൾ പറഞ്ഞത് CM-നെ കുറിച്ച് അത് പറയരുത്, CM-നെ കുറിച്ച് ഇത് പറയരുത്. ഇത് ഇയാൾ പറഞ്ഞത് ലൗഹുൽ മഹ്ഫൂദ് പോയി തിരുത്തിയിട്ടുണ്ട് CM എന്ന് പറഞ്ഞ സുജായിയാണിത്. ആ പറഞ്ഞത് തിരുത്തിയിട്ടൊന്നുമല്ലോ ഇപ്പോൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അതൊക്കെ ആദ്യം തിരുത്തിയിട്ട് പറഞ്ഞു പോയതൊക്കെ തെറ്റായിരുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ തിരുത്തിയിട്ട് വരും. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞത് CM-നെ കുറിച്ച് അത് പറയരുത്, CM-നെ കുറിച്ച് ഇത് പറയരുത്, CM-നെ കുറിച്ച് മറ്റേത് പറയരുത്. എന്നാൽ ശരി, CM-നെ കുറിച്ച് പകരാസനി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പറയാൻ പറ്റുന്നതാണോ എന്ന് കേട്ടോക്കാണ് സഹോദരന്മാരെ. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണിത്. അപ്പൊ ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഖിനാക്കൾ. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ് അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത്. അപ്പൊ CM വലിയുള്ളായി ചെന്നിട്ട് ഈ വണ്ടിയുടെ പുറത്തുള്ള ഓട്ടയിൽ കൂടാണോ അങ്ങനെ ആവും, വാതിൽ തുറന്നാണെന്നോ ഈ മയ്യത്തിനെ ഈ കൊട കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക് മയ്യത്താണ് കൊണ്ടോണ്, എഴുന്നേൽക്ക് 3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു. മരിച്ചാൾ ജീവിച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്കൾ അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ഷെയ്ഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഷെയ്ഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷെയ്ഖുന വാക്ക് പറയാനേ ഇല്ല. ഷെയ്ഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ടാന്ന് പറഞ്ഞ പിന്നെ മാറി. കിഡ്നി 2 നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ഒരു തെരുസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ ആ വീട്ടുകാരനാന്ന് പറയാം 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി, എന്നിട്ട് ഇനി ഡോക്ടർമാരെ ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ടൈമും തെറ്റി, അത് അക്കാലവും കഴിഞ്ഞ് അതും പ്രകാരം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ CM-ന്റെ എത്തിച്ച അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം. കിഡ്നി നഷ്ടപ്പെട്ട് 2ന്റെ പ്രവർത്തനം 100% നിലച്ച് പിന്നെ ഡയാലിസിസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ശുദ്ധിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അതും നടക്കാതെ വരുമ്പോൾ CM വലിയുമാനെ എത്തുമ്പോൾ അത് വേണ്ട, ഞങ്ങൾ മാറ്റിയിരിക്കുന്നു. മാറുകയാണ്, വെറും ഒരു ലഭ്യമല്ല, അതിന് അധികാരം തന്നെ. ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും, അന ഖുതുബുൽ ആലം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി വൈലത്തൂർ പാപ്പ എന്നോട് പറഞ്ഞു, അത് മൗലിദിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും, അന ഖുതുബുൽ ആലം. അപ്പോ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ നാവ് കൊണ്ട് പലപ്പോഴായ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈലത്തൂർ പാപ്പ എപ്പോഴും ഖുതുബുൽ ആലം എന്നാണ് പറയാറുള്ളത്. വൈലത്തൂർ പാപ്പയെ എന്നെ ഏൽപ്പിച്ച് എന്നെ വൈലത്തൂർ പാപ്പാനോട് ബന്ധപ്പെടാനാണ് പറഞ്ഞത്. അവർ പോകുന്ന വഴിയിലൂടെ പോകാനാണ് എന്നോട് പറഞ്ഞത് CM വലിയുള്ള. അതുകൊണ്ട് ഞാനും വിദ്യാർത്ഥികളെ കൂട്ടത്തിൽ ഖുതുബുൽ ആലം എന്ന് പറയാറുണ്ട്. ഭയങ്കര കൃപയാണ് മനസ്സിൽ, ഇപ്പോഴും അങ്ങനെ തന്നെ.
എത്ര അകന്നാലും എന്തെങ്കിലും സങ്കടം ഉണ്ടായിക്കാണ്ട് അങ്ങ് ബന്ധപ്പെട്ട ഇപ്പൊ ഫലം ഉണ്ടാവും. സി എം വലിയുള്ളാഹിന്റെ സ്വഭാവം ഭയങ്കര കൃപയാണ്, റഹ്മത്ത്. ആ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ആ സ്വഭാവം സി എം വലിയുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്ക് എത്രയോ കാണും. നമ്മളൊക്കെ നമ്മൾ എന്തൊരു വിഷമിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അപ്പ അതിന് ഫലം ഉണ്ടാവും, ഉടനെ ഫലം ഉണ്ടാവും. സി എം വലിയുള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി, അവിടെ അതിന് ഫലം കാണും. പക്ഷെ അത്രയും വലിയൊരു വിഷമമുള്ള വിഷയമാണ്. നമ്മൾ എല്ലാത്തിനും വലിയ വിഷമായി കാണും നമുക്ക്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ വിഷമം തന്നെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം വലിയ തന്നെ. അങ്ങനെയല്ല. ഒരു ദിവസം രാത്രി പള്ളിയിൽ വന്ന് താലിമിങ്ങളുടെ മുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞു, പുറത്തുനിന്നൊരു പാമ്പ് എന്നെ കടിച്ചിട്ടുണ്ട്, ആളറിയാതെ കടിച്ചു പോയതാണ്, അതുകൊണ്ട് തന്നെ ദുഃഖത്താൽ അത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സി എം വലിയുള്ളാഹി ആണെന്ന് അറിയാതെ കടിച്ചു പാമ്പ്. പാമ്പ് ചത്തതേ നമുക്ക് കാണു, കണ്ടാ ഏറിപ്പോയാൽ ആത്മഹത്യ ചെയ്തെന്ന് സി എം പറയണം. ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ നേരം പുലർന്ന് ചെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പോഴാണെന്ന് അറിയില്ല, ചെന്ന് നോക്കുമ്പോൾ വലിയൊരു പാമ്പ് അത് ചത്ത് കിടക്കും. അത് തല തച്ച് ചത്തിരിക്കാം. ഇതൊരു ആശ്ചര്യമായി തോന്നും. ഇതൊരു എന്തോ ഒരു ഖുറാഫാത്തായിട്ടൊക്കെ തോന്നുന്നവരുണ്ടാവും. ഈമാനില്ലാത്തവർക്ക് പലതും തോന്നും. അവർ പേടിച്ച് നമുക്കിതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ ഭാഷയും സി എമ്മിന് അറിയാം. മനുഷ്യഭാഷ, ജിന്നുകളുടെ ഭാഷ, പക്ഷികൾ, കാട്ടുജീവികൾ, മറ്റു ജീവികൾ, മരങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഭാഷ സി എമ്മിന് അറിയുമായിരുന്നു. എത്രയാണ് കണക്കും കഴിയില്ല. കരഞ്ഞപ്പോൾ സി എം വലിയുള്ളാഹി ലോകം, എല്ലാ ലോകത്തേക്കും വല ലോകത്തും ഭൂമിയുടെ അന്തർഭാഗത്തിലും ലോകത്ത് മുഴുവനുമുള്ള വിവരങ്ങൾ ഒരേ ടൈമിൽ അറിയാൻ അള്ളാഹു കഴിവ് കൊടുത്തവരാണ് സി എം വലിയുള്ളാഹി. അതിന്റെ രേഖകൾ ഓരോന്നായി നിരത്താൻ എനിക്ക് കഴിയും, ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി വല ലോകത്തേക്ക് കണ്ണു നട്ട് കിടക്കുന്നു. എപ്പോഴും കിടക്കൽ അങ്ങനെ തന്നെ. ഇങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിലുള്ളതൊക്കെ എത്രയാണ് റബ്ബേ ഇങ്ങോട്ട് പറഞ്ഞത്. അല്ലാഹ്, ലോകം മുഴുവനും മക്ഷൂഫാണ് സി എം വലിയുള്ളാഹി. അത് ഖുതുബുൽ ആലം തന്നെയാണ്. അങ്ങനെ ഇങ്ങനെ കിടക്കുക. ഖാദിറിനോട് പറയാണ് ഇത് പറഞ്ഞപ്പോ, ഖാദിർ മുസ്ലിയാരെ, നിങ്ങളുടെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ് നോക്കാൻ കഴിവുള്ളവർ. ആനകൾ നിറഞ്ഞൊരു സ്ഥലം. സുബ്ഹാനല്ലാഹ്, ആനകൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോ പ്രിയവർമാർക്ക് ഒറ്റ പോകലേക്കാരൻ സി എം വലിയുള്ള പറഞ്ഞു, ഇവിടെ എനിക്ക് ഇറങ്ങണം. കാട്ടാനന്റെ അടിയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ? ഇറക്കി കൊടുത്തു. പിന്നെ ഞാൻ അങ്ങനെ നടന്നപ്പോൾ വലിയ ആനക്കൂട്ടമുണ്ട്, 40ഓളം ആനകളുണ്ട്. അതിലെ വലിയ കൊമ്പനാന എനിക്ക് സലോട്ട് തന്നു. സി എം അങ്ങനെയാണ്, ആന സലോട്ട് എടുക്കൽ മാത്രം. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ ആന സുജൂദ് ചെയ്തിട്ടുണ്ട് സി എമ്മിന് ആന കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി. നാം കാട്ടിലേക്ക് പോകുമല്ലേ, ഒരു പേടിയില്ലല്ലോ. കാട്ടുകാണ്ട് പോയപ്പോ അതാ കാണുന്നു വലിയൊരു കൊമ്പനാന. സി എമ്മിനെ കണ്ടപ്പോൾ അതങ്ങാലറി എന്നും പറഞ്ഞ. സുബ്ഹാനല്ലാഹ്, ഹുസൈൻ ഹാജി പേടിച്ച് വിട്ട് ഓടാൻ പറ്റുമോ? അതോ ഓടി വരുന്നു കാട്ടാന. നമ്മളൊക്കെ വരുന്നത് കാട്ടാനാണെന്ന് പറയും. അല്ല, നമുക്ക് തോന്നും കാട്ടാന വരുന്നത് കാട്ടാനാണെന്ന്. അല്ല, ആന വന്നിട്ട് മുട്ടുകുത്തിയിട്ട് അതാ സി എമ്മിന്റെ മുമ്പിൽ തലവെക്കുന്നു. ഹുസൈൻ ഹാജി പറയുന്നു, കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ആനയുടെ കണ്ണ് നുറ്റുന്നത് ഞാൻ കണ്ടു. ഇതാണ് സുബ്ഹാനല്ലാഹ്. ശൈഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എന്നാ സി എം വലിയുള്ളാഹിയുടെ നോമ്പിന്റെ ഭക്ഷണം എന്താ? ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും. ഒരു കാരക്ക അത്താഴത്തിന് കഴിക്കും, ഒരൊറ്റ കാരക്ക. ചിലപ്പോൾ ഒരു മുറുക്ക് വെള്ളം അത്താഴത്തിന്, ഒരു മുറുക്ക് വെള്ളം നോമ്പ് തുറക്കാൻ. ചിലപ്പോൾ ഏറിപ്പോയാൽ ഒരു എളിയ നെയ്സ് പത്തിരി നോമ്പ് തുറക്കാൻ, അതേ നെയ്സ് പത്തിരി നോമ്പ് അത്താഴത്തിന്. ആർക്കങ്ങനെ കഴിയ? അങ്ങനെയാണ് 3 വർഷം. ഒരു വർഷം സി എം വലിയുള്ളാഹി ഒരു ഗ്ലാസ് പാല് മാത്രമാണ് 24 മണിക്കൂറിന്റെ ഇടയിൽ കുടിച്ചിരുന്നത്. അങ്ങനെ ഒരു വർഷം ഫുൾ. വലത്തൊരു പാപ്പ അവിടുത്തെ വലിയ ഹാദിമായിരുന്നു. പാപ്പനോട് പറഞ്ഞത് ഷെയ്ഖുന മൂപ്പന്റെ വീട്ടിലുള്ള ടൈമിലാണെന്ന് തോന്നുന്നു. വലത്തൊരു പാപ്പ പറയാണ്, ഒരു മുഹമ്മദ് മുസ്ലിയാർ നാടൊക്കെ പാപ്പ പറഞ്ഞിരുന്നു, ഞാൻ മറന്നതാ. അവിടെ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്ന് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ജുമായോട് അടുത്ത് തുടങ്ങി ഷെയ്ഖുനാക്ക് ഇങ്ങനെ വീത് കൊടുക്കുകയാണ്, വിഷറി കൊണ്ട് ഇങ്ങനെ വീത് കൊടുക്കുക. ജുമാൻ്റെ ടൈമായി ബാങ്ക് കൊടുത്തു. പടച്ചോനെ, അല്ലാ ജുമാക്ക് വേണമല്ലോ,
അപ്പോൾ മൊയ്മൂലിയരെ മകനും കൂടെ ഉണ്ട്. ഈ ബാങ്ക് കൊടുത്തപ്പോൾ മകൻ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പം ജുമാക്ക് പോകണ്ടേ? മോനെ ഞാൻ മൊയ്ലിയാരെ കൂടെ ജുമാക്ക് വരാം, മോൻ പൊയ്ക്കോന്ന് പറഞ്ഞു. മൊയ്ലിയരാനെ ഷെയ്ഖുനാൻ്റെ കൂടെ വരാം. സുബ്ഹാനല്ലാഹ്, ഷെയ്ഖുന ആ കിടത്തം തന്നെ. ഇതേ അങ്ങനെ വീതുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് മകൻ വന്നാൽ ഇപ്പം ജുമാ കഴിഞ്ഞല്ലോ, ഷെയ്ഖുനാൻ്റെ കൂടെ ആണ് ഞാനുള്ളത് മോനെ. ഷെയ്ഖുന എൻ്റെ കൂടെ പള്ളിക്ക് നിസ്കരിക്കാണ്ടായിരുന്നല്ലോ. ആ മകൻ്റെ കൂടെ സൊഫിൽ ഷെയ്ഖുന നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ആൾ കുടുങ്ങിയിട്ടുണ്ട്. മൊയ്ലിയർക്ക് ജുമാ നിർബന്ധമൊന്നുമില്ല, യാത്രക്കാരൻ. അഞ്ഞ് പൈമ കിളിപ്പാക്കാൻ നിൽക്കണ്ട. ക്ലിപ്പ് ആയിക്കോട്ടെ, ദുഃഖമൊന്നുമില്ല. പക്ഷെ ആകാതിരിക്കാൻ ചാൻസ് ഉള്ള ആകണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതാണ് ഷെയ്ഖുന, ചില്ലറൊന്നുമല്ല. യാത്രയിൽ വണ്ടിയിൽ കയറി CM ഒരു കാറിലുണ്ട്. പെട്രോളില്ലാതെ എത്രയോ, എണ്ണയില്ലാതെ എത്രയോ മൈലുകൾ, ദിവസങ്ങൾ വണ്ടി ഓടിയ സംഭവം CMന്റെ ചരിത്രത്തിൽ കാണാം. വണ്ടി നിന്നുപോയി. എന്താ വെച്ച്? അത് എണ്ണയില്ലായിട്ട് എയർ കടന്നാണ്. ടയറുണ്ടോ? ആ ടയറുണ്ട്, എന്നാൽ ഓടാം. അങ്ങനെ പിന്നെ 8 ദിവസം ഓടി. 8 ഒരു കണക്കല്ല അത്. പിന്നെ അവര് പിന്നെ എണ്ണുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ അല്ലെങ്കിൽ എണ്ണ കിട്ടിയപ്പോൾ അടിച്ചതാ. അത് എത്രയോ ഓടും. അത് എണ്ണ കൊണ്ട് ഓടുന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണ ഒരു എണ്ണയല്ല. ഷെയ്ഖുന വൈലത്തൂർ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കല്ലായിലോ ഏതോ സ്ഥലത്തൊരു ഹോട്ടലിൽ നിന്ന് ഷെയ്ഖുനാൻ്റെ കൂടെ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ മുക്കം മൊഹീദ്ദീൻ സാഹിബ് കൂടെയുണ്ട്. ചന്ദ്രികാ പത്രം അവിടെ കിടക്കുന്നുണ്ട്. ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട്. അതിലേക്ക് ഇങ്ങനെ ചൂണ്ടി ഈ മുക്കം മൊഹീദ്ദീൻ സാഹിബ് പറഞ്ഞു, ഷെയ്ഖുനാനോട് പറഞ്ഞു, ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവൾ എന്ന്. അത് വാസ്തവത്തിൽ മൊഹീദ്ദീൻ സാഹിബിന് അറിയാം ഇവൾ ഭരിക്കുന്നില്ല. പക്ഷേ ഷെയ്ഖുന മറുപടി പറയാൻ വേണ്ടി, ഷെയ്ഖുനയുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത്. ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല, ഷെയ്ഖുന ഭരിക്കുന്നവരാണ് എല്ലാവരും. അത് നമുക്ക് പറയാമെന്നറിയാം, നീ സംഭവിക്കാൻ പോകുന്ന നമ്മൾ നോക്കുക. അങ്ങനെ അത് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു, അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല, അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിന്നിറങ്ങി, മുറാർജി ഭരണത്തിൽ കയറി. ഷെയ്ഖുനയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഖുനയാണ് ഇന്ദിരയെ ഭരിക്കുന്നത്. ഏത് കാലത്തും ആത്മീയ രംഗത്തുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് ലോകമുള്ളത്. അത് മൊത്തത്തിലുള്ളൊരു ഭരണം. പിന്നെ ഓരോ ഏരിയകൾക്കുമൊക്കെ ഭരണാധികാരികൾ ഉണ്ട്. അവർക്ക് കുത്തുബെന്നും ഔതെന്നും പല പേരും അവർക്ക് പറയപ്പെടും. ഭൂതവർഗത്തെയും ജിന്നുവർഗത്തെയും നിയന്ത്രിച്ചവരാണ് ഷെയ്ഖുന. അവർക്കൊക്കെ ദർസ് നടത്തിയവരാണ് ഷെയ്ഖുന. ഷെയ്ഖുനായുടെ ദർസിൽ ഓതിയിരുന്ന മുതഅല്ലിമീങ്ങളിൽ നല്ലൊരു ഭാഗം ജിന്നുകളുണ്ട്. ഏതായിരുന്നാലും ആ ചെറിയ വാക്കല്ല CM. എല്ലാ കാവലും എല്ലാ സംരക്ഷണവും ആഖിറത്തിലേക്ക് നീങ്ങുന്ന ടൈമിൽ അവിടുന്ന് കരം കിട്ടുന്ന വാക്കാണത് CM. ആരെതിർത്താലും സത്യം അങ്ങനെയാണ്. അത് ഫ്ലൈറ്റ് അനൗൺസ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നില്ല. അയാൾ പറയാണ്, അങ്ങനെ ഞാൻ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ അങ്ങ് മാളിപ്പോയി. അപ്പോ ഫ്ലൈറ്റിന്റെ മുൻഭാഗം CM വലിയ കുടിച്ചിരിക്കുന്നു. 100, 50, 40, 30, 20, 10. CM വലിയ അങ്ങനെ ഫ്ലൈറ്റിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കണ അങ്ങനെ കാണാൻ. അങ്ങനെ അയാള് ഉണർന്ന് നോക്കുമ്പോ അനൗൺസ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ ഇറങ്ങാണ്. അതാണ് CM വലിയ. ഫ്ലൈറ്റും നിയന്ത്രിക്കും, ട്രെയിനും നിയന്ത്രിക്കും, ഒക്കെ നിയന്ത്രിക്കും. വൈലത്തൂർ പാപ്പ പറയാണ്, ഏതോ ഭാഷ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഷെയ്ഖുന നമ്മളിലേക്ക് തിരിഞ്ഞാൽ, ഇവിടുന്ന് ഇപ്പോൾ ഏത് ഭാഷ സംസാരിച്ചത്? ഞാൻ ഇന്ന ഭാഷയാണ് സംസാരിച്ചത്, ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ ആ രാഷ്ട്രത്തിലായിരുന്നു, അവരുമായി സംസാരിക്കുകയായിരുന്നു, അവിടെയുള്ള ചിലരുമായുള്ള സംസാരത്തിലായിരുന്നു. അപ്പോൾ ഷെയ്ഖുന അവിടെയുണ്ട്, ഒരു ബോഡി ഇവിടെയുണ്ട്, അല്ലെങ്കിൽ രണ്ടോടത്ത് ഒരു ബോഡി തന്നെ. അന്നും ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, അതൊന്നും സംശയമായിട്ട് യാതൊരു കാര്യമില്ല. അവരെ വഴിക്ക് അവർ പോകുന്നു. ഇനി കാണാത്തവൻ കേൾക്കാത്തവൻ സനദില്ലാത്തവൻ എന്നൊന്നും പറഞ്ഞു നടക്കണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരുവണ്ടി ഒക്കെ കൂടി നിങ്ങളെ എടുത്ത് കണ്ടു വരാൻ ഒഴിവൊന്നുമില്ല. എല്ലാത്തിനും കൂടി നിങ്ങളെ എടുത്ത് കണ്ടു വരണം.